എന്നെ ഡോക്ടർക്ക് മനസ്സിലായോ? പിന്നില്ലേ, എനിക്കെന്റെ പേഷ്യൻസിനെയും അവരുടെ ബന്ധുക്കളെയും അങ്ങനെയങ്ങ് മറക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ഡോക്ടർ, ഞാൻ ശ്യാമയെ കാണാൻ വേണ്ടിയാ വന്നത്. അപ്പോഴാ ശ്യാമയുമായി സംസാരിച്ചു നിൽക്കുന്ന ഡോക്ടറെ ഞാൻ കണ്ടത്. ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. പറഞ്ഞോളൂ, ഞാനല്പം തിരക്കിലാണ്. എങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാ. പറഞ്ഞോളൂ, എന്താണ്? അത് പിന്നെ ഡോക്ടർ, ശ്യാമയുടെ ചേച്ചി ശാലിനെ പ്രസവിച്ച കുട്ടിയാണോ? സത്യ? ഡോക്ടറാണോ ശാലിനെ നോക്കിയിരുന്നത്? എനിക്കത് അറിയണം ഡോക്ടർ, പറയണം ഡോക്ടർ. മാഡം ചോദിച്ച NRLM പദ്ധതിയുടെ ഫയലാണിത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോന്ന് നോക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ ഫയല് കൊടുത്തുവിട്ടത്. അത് ഞാൻ നോക്കിയിരുന്നു മാഡം. 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം കിട്ടേണ്ടവരാണ്. സ്ത്രീകളുടെ സാമ്പത്തിക വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് ലക്ഷ്യം. അതായത് സ്ത്രീ ശാക്തീകരണം. അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് ഞാൻ പ്രത്യേക അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് ഇരിക്കാൻ പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇവിടെ കാണിക്കുന്നില്ലല്ലോ. അഹങ്കാരി. ഹലോ, ഒന്ന് വരാമോ? ആ ഫയല് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവനിത് എന്തിനുള്ള പുറപ്പാടാ? ജോൺ സാറേ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ? നമ്മൾ പരസ്പരം ചീത്ത പറയും, ചിലപ്പോ 1-2 പേർ തല്ലുവരെ പിടിക്കും. പക്ഷെ അത് ഇവിടെ വെച്ച് തീർത്തോണം. അതിനപ്പുറത്തേക്ക്, അതായത് നമ്മുടെ വീടുകളിലേക്ക് നമ്മളത് വളർത്താറില്ല. അല്ലെ, ഈ വീടെന്ന് പറയുന്നത് നമ്മളൊരു കൊച്ചു സ്വർഗമല്ലേ സാറേ? അവിടെ കയറി കളിക്കുന്നവരെ ഞാനാണെങ്കിലും സാറാണെങ്കിലും വെറുതെ വിടൂല്ല. ശരിയല്ലേ? ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? മാഡം, ആ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. ജോൺ, ഞാനേ നോക്കി തുടങ്ങിയതേ ഉള്ളൂ. ധൃതി വെക്കല്ലേ. എന്തിനായാലും ഒരു സാവകാശമൊക്കെ വേണ്ടേ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. പക്ഷെ എനിക്കുണ്ട്. ഇവിടെ താനും തന്റെ ഭാര്യയും കൂടി ഒന്നിച്ചടുത്തിരുന്നിട്ട് സ്വകാര്യ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെയോ അടുത്ത് ഇടപഴകുന്നതിന്റെയോ ഫോട്ടോയോ വീഡിയോയോ ഞാൻ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട തനിക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടാവും? എന്തായാലും എന്നെ കൊല്ലാനുള്ള ദേഷ്യം കാണില്ലേ? എന്റെ ചെപ്പ നോക്കിയിട്ട് 2 തരാനുള്ള ദേഷ്യം കാണില്ലേ? ആ ദേഷ്യമാണ് എനിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അതുകൊണ്ടാ. മാഡം, ഇയാൾ ചെയ്ത കണ്ടില്ലേ? പിന്നെ വല്ല കോളേജ് പിള്ളേരാണ് ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത് കാണിച്ചെങ്കിൽ നമുക്ക് അവരോട് ക്ഷമിക്കാം. പിള്ളേരല്ലേ, കൊച്ചുങ്ങളല്ലേ, നന്നാവും എന്ന് വിചാരിച്ച്
ഇത് ഇത്രയും പഠിച്ച് നല്ല ഉദ്യോഗത്തിലിരുന്നുണ്ട് അതും ജില്ല ഭരിക്കുന്ന കളക്ടർക്ക് നേരെ ഇങ്ങനെ ഒരു പോക്കരത്തരം കാണിക്കുമ്പോ കാണിച്ചവന്റെ അടിനാവ് കലക്കണ്ടേ? സാറ് പറ, അതല്ലേ അതിനുള്ള ശിക്ഷ? ഇനി ഇതെങ്ങാനും പുറത്തിറങ്ങാണ്ടല്ലോ, അതിന്റെ നാണക്കേട് വേറെയാ. അതെല്ലാം ഓർത്തോണ്ട് വേണം തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ. ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഇടിവെള്ളയുടെ കാര്യം ഓർമ്മിപ്പിച്ചാണേ, അത് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ ഇതിങ്ങനെ എടുത്തിട്ട് നിന്റെ മൂക്കിന്റെ പാലടിച്ച് പൊളിക്കണം പന്നി കേട്ടോ. പേടിയ നായെ കൈയിട. ഇതിലെ യാതൊരു കറക്ഷനും ഇല്ല. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഈ ഫയല് അപ്രൂവ്ഡാ. സന്തോഷായില്ലേ? എടുത്തോണ്ട് പോ. ഇതിന് ഞാൻ മറുപടി തന്നിരിക്കാം. കേട്ടോടി പുല്ലേ. I said get out.